കാണിക്കാൻ കഴിയും. എന്തായാലും ഈ അപകടം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. അതായത് മണിയൻപിള്ള രാജു, ഇതാണ് ആ ദൃശ്യങ്ങൾ. അതായത് ഡാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൽ ആ കാർ എന്നത് അതാണ് മണിയൻപിള്ള രാജുവിൻ്റെ കാർ ആണ്. അത് ബൈ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നത് നമുക്ക് കാണാം. അതൊരു ജംഗ്ഷൻ ആണ് എന്നതും വ്യക്തമാണ്. അപ്പോൾ വാഹനം ബൈ റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ വാഹനം നിർത്തിയിട്ടുണ്ട് എന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സിഗ്നൽ ഇട്ടുകൊണ്ട് തന്നെയാണ് വാഹനം ടേൺ ചെയ്യുന്നതും എന്നതും വ്യക്തമാണ്. ഇവിടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും, ഈ ബൈക്ക്, ഈ ടൂ വീലർ വന്ന് ഇടിക്കുന്നതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു സ്കൂട്ടർ കൂടി കടന്നു വരുന്നുണ്ട്. ആ സ്കൂട്ടർ യാത്രക്കാരൻ, അത് യാത്രക്കാരനോ യാത്രക്കാരിയോ എന്നറിയില്ല. എന്ത് തന്നെയാണ് എങ്കിലും അത് ഒരു കാർ കടന്നു പോകുന്നു, 2 ടൂ വീലറുകൾ കടന്നു പോകുന്നു. അതിനുശേഷം വാഹനങ്ങളില്ല എന്ന് ഉറപ്പാക്കുന്ന സമയം ആണ്. ആ സമയത്ത് മറ്റൊരു ടൂ വീലർ ഉണ്ട്, അത് വേഗത കുറയ്ക്കുന്നു. അതായത് മണിയൻപിള്ള രാജുവിൻ്റെ കാർ ക്രോസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ആ വാഹനം, ആ ടൂ വീലർ എന്തായാലും വേഗത കുറച്ചു എന്നത് വ്യക്തമാണ്. മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം ഈ പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു നിയന്ത്രണം വിട്ടല്ല വരുന്നത് എന്നത് വ്യക്തമാണ്. കൃത്യമായി ബാലൻസിങ് ഡ്രൈവിംഗ് തന്നെയായിരുന്നു, ബാലൻസ് ചെയ്ത് തന്നെയാണ് ആ വാഹനം ഓടിക്കുന്നത് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. അവിടെ വാഹനം ചവിട്ടി നിർത്തിയ ശേഷം വാഹനങ്ങളില്ല എന്ന് ഏതാണ്ട് ഉറപ്പാക്കുന്ന ശേഷം തന്നെയാണ് ഒരു കാറും അതിനോടൊപ്പം തന്നെ 2 ടൂ വീലറുകളും കടന്നു പോകുന്നു. മറ്റൊരു ടൂ വീലർ സാവധാനം അവിടേക്ക് വരുന്നു. അവിടെയാണ് വളരെ വേഗത്തിൽ ടൂ വീലർ ഇടിച്ച് 2 പേർ തെറിച്ചു പോയിരിക്കുന്നു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തെറിച്ചു പോയവർ അവിടെ നിന്ന് കുറച്ച് മാറി, ടൂ വീലറിൽ നിന്ന് 2 പേരും തെറിച്ചു പോയി എന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി, അതായത് മുൻഭാഗം ഏതാണ്ട് ഇടിച്ച് തകർന്നു എന്നത് കാണാൻ സാധിക്കുന്നു. വാഹനം പിന്നീട് മുന്നിലേക്ക് എടുക്കുമ്പോൾ ആ മുൻഭാഗം റോഡിലൂടെ ഉരഞ്ഞു തന്നെയാണ് പോകുന്നത് എന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇതാണല്ലോ ഡാൻ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അപകടത്തിൻ്റെ കാരണക്കാരൻ മണിയൻപിള്ള രാജു എന്നൊന്നും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രാത്രി സമയമാണ്, എല്ലാവരും ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടതാണ്. അവിടെ മണിയൻപിള്ള രാജു വാഹനം നിർത്തി പരിശോധിച്ച ശേഷമാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ദൃശ്യത്തിൽ നിന്ന് എന്താണ് ഡാനിനും മനസ്സിലാകുന്നത്? അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് ഈ ബൈക്ക് വന്നിടിച്ച് കയറിയതുപോലെയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം കൃത്യമായി പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഉള്ള സിഗ്നലുകളെല്ലാം കൃത്യമായി ലൈറ്റൊക്കെ ഡിം ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വാഹനം ഇറക്കുന്നത്. അത് അമിത വേഗതയിലൊന്നുമല്ല, വളരെ സാവധാനതയിലാണ് അദ്ദേഹം വാഹനം പുറത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെ വാഹനം ഇറക്കുന്നത് കണ്ടതിന് ശേഷമാണോ ഇങ്ങനെ അതിവേഗതയിൽ, അമിത വേഗതയിൽ മറുവശത്തുകൂടി പോലീസ് ആസ്ഥാനത്തിന് മുമ്പിലൂടെ എത്തിയ ഈ ബൈക്ക് ഇടിച്ച് കയറിയത് എന്നതാണ് ഇനി വ്യക്തമാകാനുള്ളത്. അദ്ദേഹം ഈ വാഹനം പുറത്തേക്ക് ഇറക്കുന്നത് കണ്ടിരുന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാഹനം ഈ ലൈറ്റ് അടിച്ച് അവിടെ നിന്ന് ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് എതിർ ദിശയിലേക്ക് വരികയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന നൽകി തന്നെയാണത് പുറത്തേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെ ഇറക്കുന്ന വഴി നേരെ ഈ വാഹനം വന്ന് ഇടിച്ച് കയറുന്നതാണ് നമുക്ക് ഈ 19 സെക്കൻഡ് ദൈർഘ്യമുള്ള ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോലീസ് ശേഖരിച്ചിരിക്കുന്ന ഈ CCTVയിൽ വ്യക്തമായിരിക്കുന്നത്. അതോടൊപ്പം 1-2 ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ദാരുണമാണ്. അതായത് ഈ പരിക്ക് പറ്റിയ യുവാക്കളുടെ മാരകമായി പരിക്കേറ്റ്, അതായത് മാംസഭാഗം അത് മാറിയിരിക്കുന്ന പോലത്തെ ദൃശ്യങ്ങളാണ്. നമുക്ക് നേരിട്ട് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ആഴത്തിൽ മുറിവേറ്റിരിക്കുകയാണ് കാലിനും കഴുത്തിൻ്റെ നട്ടലിൻ്റെ ഭാഗത്തായിട്ടാണ് നിവേദിത് കൃഷ്ണയ്ക്കും സൂരജിനും പരിക്കേറ്റിരിക്കുന്നത്. അവരെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഒരു പക്ഷേ വൈകാതെ അവർക്കൊരു ശസ്ത്രക്രിയ വേണ്ടിവരും. അതിനുശേഷം ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ അവരുടെ മൊഴിയെടുക്കാൻ കഴിയാം. മൊഴിയെടുക്കുമ്പോഴാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ വാഹനം ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് ഈ യുവാക്കൾ കണ്ടിരുന്നോ, അത് കണ്ടിട്ടും സ്പീഡ് കുറയ്ക്കാതെ അവർ മുമ്പോട്ട് വരികയായിരുന്നു ഇത് ബ്രേക്ക് ഇടുമെന്നോർത്ത്, അതോ കാണാതെ അപ്രതീക്ഷിതമായി ആ വേഗതയിൽ മുമ്പോട്ട് പോവുകയാണ്? ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൽ യുവാക്കളാണ് മറുപടി നൽകേണ്ടത്. മണിയൻപിള്ള രാജു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരിക്കുന്നു. തൻ്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പാനിക് ആയതുകൊണ്ട് മാത്രം വാഹനം നിർത്താതെ പോവുകയായിരുന്നു, അതല്ലാണ്ട് താൻ കാണാഞ്ഞിട്ടല്ല. അപകടം പറ്റി, വാഹനം ഇടിച്ചു തെറിച്ചു അതൊക്കെ താൻ കണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് പാനിക്കായി പോയി. അങ്ങനെ ഒരുപക്ഷെ ഇത്രയും വലിയ പരിക്കേൽക്കുമെന്നൊന്നും അദ്ദേഹം കരുതി കാണില്ല. കാരണം അദ്ദേഹം വളരെ സാവധാനത്തിലാണ് വാഹനം പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു വേഗത വെച്ച് വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് കരുതി അദ്ദേഹം ഓടിച്ചു പോയി എന്ന് വേണം അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. എന്തായാലും
പോലീസിന് സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ച മണിയമ്പിള്ള രാജുവിനെ അദ്ദേഹത്തിൻ്റെ വാഹനമാണ് ഇടിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷവും എന്തുകൊണ്ട് ഇത്രയും സമയം വൈകി അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ വൈദ്യപരിശോധന നടത്താനെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും അദ്ദേഹം സ്റ്റേഷൻ ജാമ്യത്തിൽ മടങ്ങിയിരിക്കുന്നതിന് പ്രധാനപ്പെട്ടത് യുവാക്കളുടെ മൊഴിയായിരിക്കും. തീർച്ചയായും ഇവിടെ ഇതാ ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും സാഹചര്യത്തിൽ മണിയമ്പിള്ള രാജുവിൻ്റെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായി എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നില്ല. കാരണം റോഡാണ്, റോഡിൽ അങ്ങനെ വാഹനങ്ങൾ ക്രോസ് ചെയ്യുക എന്നതൊക്കെ സ്വാഭാവികമാണ്. രാത്രി സമയത്ത് ക്രോസ് ചെയ്യുമ്പോൾ സിഗ്നൽ ഇട്ടിട്ടുണ്ട്, വാഹനം പതിയാണ് ക്രോസ് ചെയ്യുന്നത്, അതെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴും പ്രിയ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലൊരു അപകടം നടക്കുമ്പോൾ മണിയമ്പിള്ള രാജുവിൻ്റെ ഭാഗത്ത് ഒരു പിഴവും ഇല്ല എന്നത് നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തിയാൽ തന്നെ പിന്നെ എന്തിനാണ് ആ വാഹനം നിർത്താതെ പോകുന്നത് എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമാണ് ഇതിൽ ദുരൂഹത സൃഷ്ടിക്കപ്പെടുന്നത്. ആ വാഹനം എന്തുകൊണ്ട് നിർത്തിയില്ല? ഡ്രൈവറുടെ ഭാഗത്ത് പിഴവില്ല എങ്കിൽ അദ്ദേഹം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നോ? അവിടെ കൃത്യമായി വാഹനം നിർത്തുകയും വാഹനം നിർത്തി ആ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം ആദ്യം നടത്തുക, മറ്റുള്ളവരുടെ സഹായം തേടുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.